സമയം ഒരു പരിമിതിയല്ല, മറിച്ച് അതൊരു സാധ്യതയാണ് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് പാട്ടും പാടിയിൽ എൻ്റെ ഒപ്പമുള്ളത്. നമസ്കാരം, വെൽക്കം ടു ദ ഷോ മാം. എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാനടക്കം പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, 24 മണിക്കൂർ ഒരു ദിവസത്തിൽ തികയുന്നില്ല, കുറച്ചും കൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു, കുറച്ചും കൂടെ ചെയ്യാമായിരുന്നു എന്ന്. പക്ഷെ മാമിനെ സംബന്ധിച്ചിടത്തോളം ഒബ്വിയസ്ലി ഒരു മൾട്ടി ഫെസറ്റഡ് പേഴ്സണാലിറ്റിയാണ്. ഡാൻസറാണ്, ആക്ടറാണ്, സിംഗറാണ്, ഒരു പബ്ലിക് ഫിഗറാണ്. ഇഷ്ടംപോലെ തിരക്കുകൾ ജീവിതത്തിലുണ്ട്. എങ്ങനെയാണ് ആ ഒരു ബാലൻസ്, അല്ലെങ്കിൽ ആ ഒരു എനർജി കീപ്പപ്പ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ ബാലൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. എനർജി കീപ്പപ്പ് ചെയ്യാന്ന് പറയുന്നതിലാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ ആ ഒരു രഹസ്യമുള്ളത് എന്ന്. അതൊരു രഹസ്യമാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കലാപ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. അത് ഒരുതരം മത്ത് പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഊർജ്ജമാണ്. ശരിക്കും നമ്മൾ പ്രൊഫഷണൽ ആർട്ടിസ്റ്റിനൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ആ ഒരു ഊർജ്ജം തന്നെയാണ് കലാപ്രവർത്തനത്തിൽ തുടർന്ന് ഏർപ്പെടാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതിന് സമയം ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള ഒരു ചോദ്യം ഒരിക്കലും ഞാൻ ചോദിക്കാറില്ല. എനിക്കത് ചെയ്യണം എന്നുണ്ടെങ്കിൽ സമയം താനെ എൻ്റെ മുന്നിലേക്ക് വരും എന്നുള്ള വിശ്വാസത്തിൽ അങ്ങ് ചെയ്തു തുടങ്ങും. അത്രേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി ഇതൊരു മ്യൂസിക് ഷോ ആയതുകൊണ്ട് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്, ഒരു മ്യൂസിക് ജേർണിയിൽ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്, അതുപോലെ തന്നെ വീട്ടിൽ ഒബ്വിയസ്ലി ഒരു ലെഗസി ഉണ്ട്. പാട്ട്, സംഗീത കുടുംബമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അനുഭവങ്ങളൊക്കെ സംഗീത കുടുംബം എന്ന് പറഞ്ഞാൽ സംഗീതം അന്തരീക്ഷത്തിൽ എപ്പോഴും നിലനിന്നിരുന്ന ഒരു കുടുംബമാണ്. എല്ലാവർക്കും പാട്ട് ഇഷ്ടമുള്ള ഒരു കുടുംബമാണ്. ഒപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിന്റെ തൊട്ടടുത്ത്, ഞങ്ങളുടെ മതില് ചേർന്ന് കിടക്കുന്ന വീട്ടില് അവിടെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മൂമ്മ പാട്ട് ക്ലാസ് ഒക്കെ എടുക്കുമായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്നെ LKG ഇപ്പോ ABCD പഠിക്കാനായിട്ട് സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് തന്നെ വൈകുന്നേരങ്ങളിൽ ഈ അമ്മമ്മയുടെ വീട്ടിലേക്ക് അയക്കുമായിരുന്നു, തൊട്ടപ്പുറത്തായതുകൊണ്ട് തന്നെ. അപ്പൊ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ആദ്യം സാപ്പാസ ആയിരിക്കും ഞാൻ ഈക്ക് മുമ്പേ പഠിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിപ്പോ ചെറുപ്പകാലത്തിലെ സംഗീതം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് മാർഗം കളിക്ക് ഞാൻ പാടിയൊരു പാട്ടാണ്. വാഴവേ തേതൈ വാഴ വാഴ നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ. അങ്ങനെ അപ്പൊ അങ്ങനെ രസകരങ്ങളായ സംഗീതത്തിന്റെ പല ശാഖകൾ എനിക്ക് ഓർമ്മയുള്ള മറ്റൊരു യുവജനോത്സവത്തില് UP സ്കൂളിൽ പഠിക്കുമ്പോഴായിരിക്കും, 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊന്ന് പഠിക്കുമ്പോൾ ജില്ലാതല കലോത്സവത്തിലും ഒക്കെ പോയി സമ്മാനം നേടിയത് മാപ്പിളപ്പാട്ടിനായിരുന്നു. സംകൃത പമഗരി തങ്കത്തുങ്ക തഥിങ്കിൻ ധിം കൃത ധിമിക്കിടമേളം തകതം തരി സരിഗം ധിക്കിടതക്ക ധിന്തിങ്കിൻ ധിം തിമി താളം കൃത താളം. എല്ലാ ജോണേഴ്സിലും കൈവച്ചിട്ടുണ്ട് മ്യൂസിക്. എല്ലാം അനുഭവിക്കാൻ ഒരു കൗതുകം. സംഗീതം എന്നുള്ള ഒരു വലിയൊരു പ്രതിഭാസമാണ് ശരിക്കും. ആ ഒരു സാഗരത്തിൽ നമ്മള് കയറി കഴിഞ്ഞാല് നീന്തി കളിക്കുന്ന ഒരു. അപ്പൊ ഇപ്പോഴും അങ്ങനെ ഓരോന്നും പരീക്ഷിച്ചുകൊണ്ടും പരിഗണിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുകയാണ്. ആ ഒരു പ്രായത്തിൽ ഇത്രയും വൈവിധ്യമാർന്ന അനുഭവങ്ങൾ വന്നതുകൊണ്ടായിരിക്കാം ഇപ്പോഴും അങ്ങനെ വൈവിധ്യമാർന്ന മേഖലകളിൽ എനിക്ക് ഇങ്ങനെ പരിധി നടക്കാൻ ഇപ്പോഴും ഒരു താല്പര്യം. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് അന്ന് സ്കൂളില് ഞങ്ങളുടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോ സിസ്റ്റർ റൂത്ത് എന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്റർ ഇങ്ങനെ ഒരു ദിവസം എന്നെ സിസ്റ്ററിന്റെ റൂമിലേക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ദിവ്യക്ക് അഭിനയിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. പാട്ടും കുറച്ച് അറിയാവുന്നതൊക്കെ അല്ലേ, നമുക്ക് വീരൻ സ്മാരക കലോത്സവത്തില് LP സെക്ഷനില് ദിവ്യയെ നമ്മുടെ സ്കൂളിൽ നിന്ന് കഥാപ്രസംഗത്തിന് അയക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന്. എനിക്ക് കഥാപ്രസംഗം എന്ന് വെച്ചാൽ എന്താന്ന് അറിയില്ല സമയത്ത്. 2ാം ക്ലാസ്സിലായിട്ടുള്ളൂ. പിന്നെ വീട്ടില് തമിഴാണ്, മാതൃഭാഷ തമിഴാണ് എൻ്റെ.
അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളത്തിൽ കഥാപ്രസംഗം അവതരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അതൊരു ചലഞ്ചിങ് അതെ ഒരു ഭീമമായ ഉദ്യമം എന്നുള്ള തലത്തിലായിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ കഥാപ്രസംഗം സ്കൂൾ അവേഴ്സ് കഴിഞ്ഞിട്ട് ക്ലാസ് അവേഴ്സ് കഴിഞ്ഞിട്ട് വൈകുന്നേരം അവിടെ സ്കൂളിൽ നിന്നും തന്നെ കഥാപ്രസംഗം പഠിപ്പിക്കാൻ ഒരു മാഷിനെ അവരെ ഏർപ്പാട് ചെയ്ത് മാഷിന്റെ കൂടെ നിൽക്കാനായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഒരു ടീച്ചറിനെയും ഏർപ്പാട് ചെയ്ത് സുരേഷ് എന്ന് പറഞ്ഞ ഒരു സാറും അമ്മിണി എന്ന് പറഞ്ഞ ഒരു ടീച്ചറുമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ക്ലാസ് അവേഴ്സ് കഴിഞ്ഞിട്ട് എൻ്റെ കഥാപ്രസംഗം പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനായിട്ടൊരു മുറി ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് നമ്മുടെ ഈ നോട്ട്ബുക്കിൽ ഒരു 10-20 പേജ് കാണാതെ പഠിച്ച് അതിന്റെ ഇടയിൽ ഈ പാട്ടും ഒക്കെ പാടി അങ്ങനെ അവതരിപ്പിക്കണമായിരുന്നു. പക്ഷെ അവതരിപ്പിച്ചപ്പോ ഭയങ്കര ഒരു അന്നത്തെ കാലത്ത് അതൊരു വലിയ ഹിറ്റായി സമ്മാനമൊക്കെ കിട്ടി. മനസ്സിൽ ഓടുന്ന ആ പ്രായമാണ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ കഥാപ്രസംഗം, പ്രത്യേകിച്ച് തമിഴ് സംസാരിക്കുന്ന ഒരാള് കഥാപ്രസംഗം അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതൊരു അങ്ങനെ അന്ന് സുരേഷ് ഗോപി സാറായിരുന്നു അന്ന് സമ്മാനം തരുന്നത്. ഇപ്പൊ നേരത്തെ അഭിനയത്തെ പറ്റി പറഞ്ഞല്ലോ, സിസ്റ്റർ ആണ്, അഭിനയിക്കാൻ കഴിവുണ്ട് എന്നൊക്കെ. അഭിനയിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ റീസെന്റ് ഒരു സിനിമയില്. എങ്ങനെയാണ് അതിന്റെ അനുഭവങ്ങൾ? എങ്ങനെയാണ്? എന്റെ വിദ്യാലയത്തിൽ നിന്നുള്ള ഒരു പ്രചോദനമാണെന്ന് വേണമെങ്കിൽ നന്നായിട്ടായിരുന്നു. അതെ അതെ. അപ്പൊ സിസ്റ്റർമാരുള്ള ഒരു സ്കൂളിലാണ് പഠിച്ചത് എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോ പെട്ടെന്ന് നമ്മളറിയാതെ മാനസികമായിട്ടൊരു ആകർഷണം അതിലേക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് യഥാർത്ഥത്തിൽ ഒരു എന്താ പറയാ പൂർണ്ണമായിട്ടും ഒരു കമേഴ്ഷ്യൽ സിനിമ എന്ന് നമുക്ക് പറയാനാകില്ല. ഒരു സാമൂഹിക സന്ദേശം നൽകാനുള്ള ഒരു ചലച്ചിത്രം എന്നുള്ളൊരു നിലയിലായിരുന്നു. വാർദ്ധക്യകാലത്തിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വയോജന കേന്ദ്രത്തിലെ ഒരു കഥയായിരുന്നു. അപ്പൊ ആ ഒരു ഓൾഡ് ഏജ് ഹോം നടത്തുന്ന ഒരു സിസ്റ്ററായിട്ടായിരുന്നു അഭിനയിച്ചത്. അതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് KPSC ലളിത ചേച്ചിയായിരുന്നു അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്തിരുന്നത്. അപ്പൊ അമ്മയുടെ കൂടെ അതെ ആ ഒരു ഷൂട്ട് സമയം മൊത്തം ഒരുവിധം എന്റെ എല്ലാ ഫ്രെയിംസും ലളിത ചേച്ചിയുടെ കൂടെ ആയിരുന്നു. പിന്നെ മധുസാറിന്റെ കൂടെയും കുറച്ച് ഫ്രെയിംസ് ഉണ്ടായിരുന്നു അതില്. ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ്, ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാള് പക്ഷെ ഇങ്ങനെ പ്ലസന്റ് ആയിട്ട് ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് വളരെ ഈസി ഗോയിങ് ആയിട്ടാണ് എല്ലാ കാര്യത്തിനോടും. ഞാൻ എസ്പെഷ്യലി നോട്ട് ചെയ്തൊരു കാര്യം പറയാം, ഒറേറ്ററി സ്കിൽസ്. ഞാൻ ഇപ്പോൾ വീഡിയോസ് എല്ലാം കാണുന്ന സമയത്തായാലും സംസാരിക്കുന്ന ഒരു രീതി, ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതി, അത് ഭാഷയുടെ ഭംഗിയാവട്ടെ, അത് അവതരിപ്പിക്കുന്ന രീതി ആവട്ടെ, എവറിത്തിങ് ഇസ് സോ പ്രിറ്റി. മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അത്തരം ഒരു പ്രാസംഗിക അങ്ങനെ അത്തരം ഒരു പ്രൊഫഷണലി അത് പഠിക്കാനുള്ള ഒരു ശ്രമം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പ്രസംഗിക്കാനായിട്ട് ഒരു പ്രത്യേക ശൈലി നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നോ അങ്ങനെയൊന്നും ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യുന്നതല്ല. പ്രസംഗത്തിനോടൊരു വലിയ മമത എന്നുള്ളത് ഇങ്ങനെ സ്ഥിരീകരിച്ചത് ശരിക്കും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു പ്രസംഗ മത്സരത്തിന്. അങ്ങനെ സമ്മാനം നേടിക്കഴിഞ്ഞപ്പോൾ എന്ന് പറയുന്നതിനേക്കാളും ആ ഒരു പ്രസംഗം ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ റിസൾട്ട് എന്താകും എന്നുള്ളതിനെ കുറിച്ച് സത്യം പറഞ്ഞാല് എനിക്ക് ആ സമയത്ത് വലിയൊരു പ്രശ്നമില്ലായിരുന്നു, വലിയൊരു ആദ്യം ഇല്ലായിരുന്നു. കാരണം ഞാൻ അന്ന് പ്രസംഗിച്ചത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ളതിലുപരിയായിട്ട് എൻ്റെ സിസ്റ്ററും ടീച്ചറും അവിടെ വേദിയിൽ തന്നെ ഇരിക്കണ്ടായിരുന്നു. ഇത് പ്രസംഗിച്ചു കഴിഞ്ഞ് താഴെ വന്നപ്പോ സിസ്റ്ററിന്റെ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ എന്റെ ഇങ്ങനെ ഒരു ഇറുക്കി ഒന്ന് കെട്ടിപ്പിടിച്ചായിരുന്നു സിസ്റ്റർ. അപ്പൊ എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ കണ്ണിൽ നീയാണ്, യു ആർ ദ വിന്നർ ഇൻ മൈ ഐസ്, യു നോ ഐ ഡോണ്ട് കെയർ അബൌട്ട് എനിത്തിങ് എൽസ്, യു ആർ ദ വിന്നർ, ഹാറ്റ്സ് ഓഫ് ടു. അതെ. അപ്പൊ എനിക്ക് ആ വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കൊരു വലിയൊരു ഉത്തേജനമായിരുന്നു ശരിക്കും അന്ന്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും അവർ പറഞ്ഞ പോയിന്റ്സ് നമുക്ക് ആ പെർഫോം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അവതരിപ്പിക്കുമ്പോഴായിരിക്കും അന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും മെന്റേഴ്സ്, പേരെടുത്ത് പറയാവുന്ന ഏതെങ്കിലും ഒരു മെന്റേഴ്സ് അങ്ങനെ ആരെങ്കിലും? ഞാൻ എല്ലായിടത്തും തുറന്നു പറഞ്ഞിട്ടുള്ള 2 പേര് തീർച്ചയായിട്ടും ബാബുപോൾ സാറും ടി.പി. ശ്രീനിവാസൻ സാറുമാണ്. അപ്പൊ അവർ രണ്ടുപേരും എൻ്റെ സിവിൽ സർവീസ് യാത്രയിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, കൈപിടിച്ചുയർത്തിയിട്ടുണ്ട്. അല്ലാതെ കുടുംബത്തിൽ എൻ്റെ അമ്മയുടെ അമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തയായ ഒരു സ്ത്രീയാണ്. പാട്ടിയും ഇപ്പോ നമ്മോടൊപ്പം ഇല്ല ഇവിടെ. പക്ഷെ എന്നുവെച്ചാൽ നമ്മുടെ ഒരു ആധുനിക കാലത്തെ വനിതാ ശാക്തീകരണം അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ നമ്മൾ പറയുന്ന മാനദണ്ഡങ്ങൾക്കൊന്നും നിരക്കാത്ത ശക്തയായ സ്ത്രീയാണ്. പാട്ടിയുടെ ശബ്ദത്തിനുള്ള വില എന്ന് പറയുന്നത് അമൂല്യമായിരുന്നു. അത് പാട്ടി അറിയാവുന്ന എല്ലാവരും അതിനോട് യോജിക്കും. പാട്ടി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അഗ്രഹാരം മൊത്തം ഇങ്ങനെ നിലച്ചു നിൽക്കുമായിരുന്നു.
അത്രയ്ക്ക് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. അത്രയ്ക്ക് ശക്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു. പാട്ടിയുടെ തീരുമാനങ്ങളായാലും വളരെ ഉറച്ച തീരുമാനങ്ങളും. 3 പെൺമക്കളാണ് പാട്ടിക്ക് ഉണ്ടായത്. അവർക്ക് 3 പേർക്ക്, അതിൽ മൂത്തതാണ് എൻ്റെ അമ്മ. ഇവർക്ക് 3 പേർക്കും ഞങ്ങൾ പെൺമക്കൾ മാത്രമാണുള്ളത്. അപ്പൊ ഇങ്ങനെ സ്ത്രീജനങ്ങളുടെ ഒരു വലിയ സമൂഹമായിരുന്നു ഞങ്ങളുടെ കുടുംബം എന്നുള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെ അതിന്റെ തലൈവി എന്നുള്ള നിലയിൽ പാട്ടിക്ക് ഭയങ്കര ഒരു അഭിമാനമായിരുന്നു. ഞങ്ങൾ പെൺകുട്ടികൾ എല്ലാവരും തന്നെ. ഇപ്പൊ ഞാനായാലും സാധാരണ നിലയിൽ കല്യാണം കഴിക്കേണ്ടുന്ന ഒരു പ്രായം, ഞാൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. അപ്പൊ അതൊക്കെ എന്റെ സാവകാശത്തിനാണ് ശരിക്കും വിവാഹം കഴിച്ചത്. ആ സമയത്ത് പോലും പാട്ടി എഴുതുന്ന എല്ലാവരോടും പറയുക, അവള് പഠിക്കേണ്ടത്ര പഠിക്കട്ടെ, അതൊക്കെ കഴിഞ്ഞു മതി കല്യാണം. ഇപ്പൊ കല്യാണം കഴിച്ച് ഓടിപ്പോയിട്ട് എന്ത് ചെയ്യാനാ എത്രയും പെട്ടെന്ന്. തിരിച്ച് സംഗീതത്തിലേക്ക് കുറച്ച് ചോദ്യങ്ങള്. മെന്റ് മ്യൂസിക് ജേർണി തുടങ്ങിയ സമയത്ത് ഒരു അടുത്ത വീട്ടിലെ മതിലിന്റെ അപ്പുറമുള്ള അമ്മമ്മയുടെ അടുത്ത് പഠിക്കാൻ പോയിന്ന് പറയും. അതല്ലാതെ വേറെ മ്യൂസിക് മെന്റേഴ്സ് ആരുടെങ്കിലും അടുത്ത് കർണാടക സംഗീതം ബേസിക് ആയിട്ട് അതാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിനുശേഷം ട്രിവാൻഡ്രം സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ഗായത്രി ദീപ, അവര് കരമനൽ, ഈ പറഞ്ഞ പോലെ പാട്ടിയുടെ വീടിന്റെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ അവിടെ പോകുന്ന സമയമൊക്കെ ഇവരുടെ വീട്ടിലേക്ക് പോവും. അങ്ങനെ അവിടെ കുറെ കാലം പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ വീട് മാറിയപ്പോൾ പാൽക്കുളങ്ങര സരസ്വതി അമ്മ ടീച്ചർ എന്ന് പറഞ്ഞു ടീച്ചറിന്റെ അടുത്ത് പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെല്ലൂരേക്ക് പോയി. അപ്പൊ വെല്ലൂരിലേക്ക് പോകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എല്ലാരും പറഞ്ഞു, ഇത്രയും ഈ എന്താ പറയാ കലാസപരിയൊക്കെയുള്ള ഒരു വ്യക്തി MBBS പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇനി എല്ലാം അങ്ങ് നഷ്ടപ്പെടും. അപ്പൊ എനിക്കെന്തോ അത് കേട്ടപ്പോഴത്തേക്കും ഞാനതൊരു വെല്ലുവിളിയായിട്ട് എടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, MBBS പഠിച്ചത് കൊണ്ട് മാത്രം ഇതൊക്കെ കളയണം എന്നൊന്നുമില്ല, ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും തന്നെയാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുമ്പോൾ ആർക്കും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ശരിക്കും അവിടെ യാദൃശ്ചികമായി ഞാനൊരു വലിയ ഒരു കലാരത്നത്തിനെ കണ്ടെത്തി. സ്വാതി മഹാലക്ഷ്മി എന്നാണ് ടീച്ചറിന്റെ പേര്. എന്റെ മാനസികമായ എന്റെ ഗുരുനാഥയായി ഞാൻ കണക്കാക്കുന്ന വ്യക്തിയാണ്. ശരിക്കും അവര് നൈനിതാലിൽ നിന്നുള്ള ആളുകളാണ്. അവിടെ വെച്ച് ഞാൻ കണ്ടുമുട്ടി. അവരുടെ കീഴിൽ ഞാൻ പാട്ടും അഭ്യസിക്കാൻ തുടങ്ങി. ഒപ്പം ഒഡീസി നൃത്തം അഭ്യസിക്കാൻ തുടങ്ങി അവിടെ വെച്ച്. അപ്പോ ഒരിക്കൽ ഇതിന്റെ കൂടെ പെർഫോം ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ദീദി അവിടെ ഹിന്ദുസ്ഥാനി സംഗീതം വളരെ മനോഹരമായിട്ട് പാടുമായിരുന്നു. എന്തെങ്കിലും ഒരു ചെറിയ ഓർമ്മകളുണ്ടോ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ? ചലിയേ കുഞ്ചന മോ തും ഹം മിലെ ശ്യാം ഹരേ, ചലിയേ കുഞ്ചന മോ തും ഹം മിലെ ശ്യാം ഹരേ, ഹരേ ചലിയേ ചലിയേ കുഞ്ചന മോ തും ഹം മിലെ ശ്യാം ഹരേ, ചലിയേ കുഞ്ചന മോ. ഓ ബ്യൂട്ടിഫുൾ. ഓക്കെ, മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും പ്രിയങ്കരിയാണ്. പക്ഷെ പത്തനംതിട്ടക്കാർ എന്ന് പറയുമ്പോൾ പത്തനംതിട്ടക്കാരുടെ പ്രിയപ്പെട്ട കളക്ടർ തന്നെയാണ്. എങ്ങനെയാണ് പത്തനംതിട്ട ജില്ലയിലെ ആൾക്കാരുടെ സ്നേഹവും അവിടുത്തെ ഒരു ഔദ്യോഗിക ജീവിതവും എല്ലാം തന്നിട്ടുള്ള ഒരു അനുഭവങ്ങൾ എങ്ങനെയാണ്? ഏറ്റവും നിറച്ചാർത്തണിഞ്ഞ ഒരു സമയമെന്ന് ജീവിതത്തിന്റെ ആ ഒരു ഘട്ടത്തെ വിശേഷിപ്പിക്കാനാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. പത്തനംതിട്ടയിൽ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരൊറ്റ വ്യക്തിയായിട്ടല്ലായിരുന്നു ജനങ്ങൾ ഏറ്റെടുത്തതും. ശരിക്കും അതൊരു കുടുംബം തന്നെയായിരുന്നു. കളക്ടറെ കാണാനായിട്ട് ആളുകള് എല്ലാ ദിവസവും വരുമായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രത്യേക ഒരു സമയം ഉണ്ടായിരുന്നു. ഓരോരുത്തരും വരുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു വിസിറ്റർ സ്ലിപ്പ് വെക്കാറുണ്ട്. അവരുടെ പേരും എന്താണ് വന്നതിന്റെ കാര്യം എന്നുള്ളത് ജസ്റ്റ് ഒരു വരിയിലൊന്ന് എഴുതാനായിട്ട്. വളരെ അത്ഭുതകരമായിട്ടുള്ള കാരണങ്ങൾക്ക് വേണ്ടി പലരും എന്നെ കാണാൻ വന്നിട്ടുണ്ട് അവിടെ. എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? ഏതെങ്കിലും ഒരു ശാന്തി എന്ന് പറയുന്ന ഒരു ചേച്ചി എന്നെ ശരിക്കും കാണാൻ വന്നത്. എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാന് വിവാഹം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കഴിവുകളും സ്വപ്നങ്ങളും എല്ലാം ഇങ്ങനെ അടക്കി വെച്ചിട്ട് ജീവിക്കുകയായിരുന്നു. പക്ഷെ ഏതോ ഒരു ഘട്ടത്തിൽ ഇതുപോലെ മാഡത്തിനെ കണ്ടു, എവിടെയോ വേദിയിൽ വന്നപ്പോ ഇങ്ങനെ പാടുന്നത് കണ്ടു, ഒരു കവിത ചൊല്ലുന്നത് കേട്ടു. അപ്പോഴെനിക്ക് ഞാൻ പണ്ട് സ്കൂളിൽ ഇതെല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ ശരിക്കും വീട്ടിലിരുന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. അത് മാഡത്തിന്റെ മുന്നിൽ ഒന്ന് ചൊല്ലി കാണിക്കണം.
അങ്ങനെ എന്താ പറയാ, ശരിക്കും നമുക്ക് ഇങ്ങനെ ഹൃദയസ്പർശിയായിട്ടുള്ള ശരിക്കും ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ഭാരതത്തിൽ തന്നെ വളരെ ചുരുക്കം ചില ജില്ലകളിൽ മാത്രമേ നൊമാഡിക് ട്രൈബ്സ് ഉള്ളൂ. അതിലൊരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല ശരിക്കും. അപ്പൊ അവിടുത്തെ കുഞ്ഞുങ്ങളും ഇപ്പൊ അവിടുത്തെ ഊരുമൂപ്പനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും. എന്ത് ചെറിയ കാര്യമാണെങ്കിലും വന്ന് ആ വിശേഷങ്ങൾ പറയാനും പങ്കുവെക്കാനും ഒക്കെ, സ്നേഹം പങ്കുവെക്കാൻ എന്ന് മാത്രം ലാക്കാക്കിയ ആളുകൾ വന്നിട്ടുണ്ട് എന്നെ കാണാനായിട്ട് അവിടെ. പിന്നെ ഇന്നടുത്തുനിന്ന് ഇന്ന അവാർഡ് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് PhD കിട്ടി എന്നുള്ള ഒരു സന്തോഷം മാത്രം അറിയിക്കാനായിട്ട് ഒരു യുവാവ് നമ്മളെ കാണാൻ വരും. മുതിർന്ന ചേച്ചിയോ മകളോ ആ ഒരു അടുപ്പാണ് അവർക്ക് തോന്നിയിട്ടുള്ളത്. സത്യം. ആദ്യമായിട്ട് ഒരു ചേച്ചി എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് അവര് ചെയ്ത ഒരു ബോട്ടിൽ ചെയ്ത ഒരു ആർട്ട്, ഒരു കഥകളിയുടെ രൂപം വരച്ചിട്ട് അത് എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു. വേറൊരു ചേച്ചി ചമ്മന്തിപ്പൊടി വീട്ടിലുണ്ടാക്കിയത് എനിക്ക് തരണം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി നല്ല അനുഭവങ്ങൾ. അതൊരു പത്തനംതിട്ട എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി മലയോര പ്രദേശമാണല്ലോ. അവിടുന്ന് ഒരു തീരപ്രദേശത്തേക്ക് വന്നപ്പോൾ ആ ഒരു ഡിഫറൻസ് ഓഫ് രണ്ട് ഡിഫറെന്റ് കൾച്ചർ, രണ്ട് ഡിഫറെന്റ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരാണ്. ഉറപ്പായിട്ടും സംഗീതത്തിലും ആ വ്യത്യാസം ഉണ്ടാവും. തീരപ്രദേശത്തേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ഇന്ററാക്ഷൻസും അതുപോലെ തന്നെ സംഗീതത്തോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും എക്സ്പീരിയൻസസ് ഒക്കെ എങ്ങനെയാണ്? എനിക്കൊന്ന് രണ്ടിടങ്ങളിലുമുള്ള ഭാവത്തില് വ്യത്യാസമുണ്ട്. പത്തനംതിട്ടയിൽ നമ്മൾ കുറച്ചുകൂടെ ഇങ്ങനെ ശാന്തമായി ഒഴുകുന്ന ഒരു നദി പോലെയാണ്. ഇവിടെ ഇങ്ങനെ എപ്പോഴും തിരതല്ലുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. ശരിക്കും തീരപ്രദേശം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ആനന്ദഭദ്രത്തിലെ തിരുനുരൈ എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണല്ലോ. അതെ. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം ലോലലോലമാണു നിന്റെ അധരം. ബ്യൂട്ടിഫുൾ. പാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും പാട്ട് മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നുണ്ടെങ്കിൽ? ഞങ്ങളുടെ ഒരു രീതിയില് ഒരുവിധം എല്ലാ ഉത്സവത്തിനും നമ്മൾ പാട്ട് പാടണം. നമ്മൾ പാട്ട് പഠിച്ചിരിക്കണം എന്നൊന്നുമില്ല. തമിഴ് പാട്ടുകളാണ് കൂടുതൽ നമ്മൾ ആ രീതിയിൽ പാടാറുള്ളത്. പെട്ടെന്ന് എന്നോട് ഏതെങ്കിലും ഒരു പാട്ട് പാടുന്ന ആരെങ്കിലും പറഞ്ഞാല് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ട് യമുനയാற்றிലെ എന്നുള്ള പാട്ടാണ്. യമുനയാற்றிലെ ഈരക്കാற்றிലെ கண்ணனோடுதானாட பார்வை பூத்திட பாதை பார்த்திட பாவை ராதையோ வாட இரவும் போனது பகலும் போனது மன்னன் இல்லையே கூட இளைய கண்ணியின் இமைத்திடாத கண் இங்கும் அங்குமே தேட ஆயர்பாடியில் கண்ணன் இல்லையோ ஆசை வைப்பதே அன்பு தொல்லையோ ஆயர்பாடியில் கண்ணன் இல்லையோ ஆசை வைப்பதே அன்பு தொல்லையோ பாவம் ராதை யமுனையாற்றிலே ஈர காற்றிலே കണ്ണനോടുതാനാട. ഒരു വലിയൊരു ഭാഗ്യം എനിക്കുണ്ടായത്, ശോഭന ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പത്തനംതിട്ടയില് ഒരു പരിപാടിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശോഭനയുടെ മുന്നിൽ പാട്ട് പാടാനായിട്ട് സാധിച്ചായിരുന്നു. അതുപോലെ കമൽഹാസന്റെ മുന്നിലും ഒരിക്കൽ ഒരു പാട്ട് പാടാൻ സാധിച്ചിട്ടുണ്ട്. അത് ഇന്നെനിക്ക് പൊട്ടുകുത്താൻ. അതിനോട് ആ പാട്ടിന്റെ രാഗത്തോടനുബന്ധിച്ചാണല്ലോ വാവയുടെ പേര്. അതെ 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 അതെ. അപ്പൊ മൽഹാർ, അതെ മൽഹാർ രാഗത്തിലുള്ള പാട്ടാണ് എനിക്ക്. രണ്ടുപേരും പാ മാ പാനി പാ ഗ ഗ ഗ മരി സ
മരി പാ നീ ധ നീ സാ മാരേ നീ സ നീ ധ നീ നീ സാ നീ പാ മ പാ ഗ മ രേ സ നീ സ ഗ മ പാ മ പ നീ ധ നീ നീ സ നീ രേ ഗ മ രേ സ നീ ധ നീ നീ സ നീ പ മ പ ഗ മ രേ മാരേ പാ മ നീ പ നീ സ മരേ പാ ഗ മ രേ സ രേ ഗ മ രേ സ രേ 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 സ നി പ മ മ പ നി ധ നി നി സ മ പ നി ധ നി നി സ മ പ നി ധ നി നി സ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്